ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവൻ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ, ബിനു വാഴമുട്ടം, സ്നേഹത്തണൽ എന്നതാണ് മുഴുവൻ മലയാളികളും കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 വർഷമായി ചെന്നീർക്കരയിൽ സ്നേഹത്തണൽ എന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നു. നാളിതുവരെ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ നിരവധി അമ്മമാർ, അപ്പന്മാർ ഒക്കെ അവിടെ താമസിക്കുന്നു. ഇപ്പോൾ ഉണ്ടായ വിവാദം, ഇത് നിയമപാലകരുടെ മുൻപിലാണ്, നിയമത്തിൻ്റെ മുൻപിലാണ്. ആ വിഷയത്തിന് മറുപടി പറയേണ്ട ആൾ ഞാനല്ല. അതിന് നിമജ്ഞനായുള്ള ആളുകൾ അതിന് കൃത്യമായ മറുപടികൾ തന്നുകൊള്ളും. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷകൾ തന്നെ അവർക്ക് ലഭിക്കും. അവർ പ്രതികളാണെങ്കിൽ, പ്രതികളാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ മുൻപിലിരിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. സ്നേഹത്തണലിനെ കുറിച്ച് ഒരു 2 വാക്ക്. അവിടെ ഇൻ്റർവ്യൂ ചെയ്ത ആളുകളെയാണ് നമ്മൾ അവിടെ സ്റ്റാഫായി വെക്കുന്നത്. അവിടുത്തെ മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, PRO അങ്ങനെ തുടങ്ങിയ മുഴുവൻ ആളുകളെയും ഇൻ്റർവ്യൂ ചെയ്ത് ഇൻ്റർവ്യൂ ബോർഡ് അവരെ സെലക്ട് ചെയ്യുന്നു. അവർ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നു എന്നതാണ് നമ്മുടെ വിചാരം. ഞങ്ങൾ അവിടെ സന്ദർശിക്കാറുണ്ട്. സന്ദർശിക്കുന്ന സമയത്ത് ഏറ്റവും മാന്യമായി, ഏറ്റവും വൃത്തിയായി അവർ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച 1-2 കാര്യങ്ങൾ, ഈ പേര് പറയപ്പെടുന്ന കുട്ടി, അതിനോട് ചേർന്ന് വന്നിട്ടുള്ള ലിൻസി എന്ന് പറയുന്ന പെൺകുട്ടി, ലിൻസി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഹസ്ബൻഡ് നിരന്തരമായി എന്നോട് സംസാരിക്കുന്നു. ആവശ്യമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് നൽകിത്തരുന്നതാണ്. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം പറയാൻ തയ്യാറാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഞങ്ങൾ ഈ തളർന്നു പോയ അവസ്ഥകളിൽ ഞങ്ങളെ സ്നേഹത്തോടെ കൈക്കൊണ്ട, പ്രാർത്ഥിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ വർഷവും ഏകദേശം 3000 കുഞ്ഞുങ്ങൾക്ക് പഠന സഹായം കൊടുത്ത ഒരു സ്ഥാപനവും ഒരു സഭയുമാണ് ഞങ്ങളുടേത്. അത് ഇതിൻ്റെ അടുത്ത് പറയുന്ന നിരവധി ആളുകളുണ്ട്. അവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓർക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യങ്ങളിൽ നമ്മുടെ സ്ഥാപനം നിൽക്കുന്നത് ചെന്നീർക്കര പഞ്ചായത്തിലാണ്. ചെന്നീർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആധികാരികമായി ഒരു വിവരണവും അതിൽ നാളിതുവരെ നടത്തിയിട്ടുള്ളതായി എനിക്കറിയില്ല. അവിടെ ഇതിന് മുഴുവൻ കൃത്യമായ മറുപടികൾ കൊടുക്കുന്ന ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ആതിരമാടമാണ്. ആതിരമാടത്തിന് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിനോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യമുണ്ട്. ആ ഒരു വൈരാഗ്യം ഓമല്ലൂർ തന്നെ ഞങ്ങൾക്ക് 1.25 ഏക്കർ സ്ഥലമുണ്ട്. 2022 മുതൽ ഓമല്ലൂർ പഞ്ചായത്തിനെ ഞങ്ങൾ സമീപിക്കുന്നു അതിൻ്റെ പെർമിഷന് വേണ്ടി. നാളിതുവരെ അതിൻ്റെ പെർമിഷനോ മറ്റൊരു കാര്യമോ പഞ്ചായത്ത് നൽകി തന്നില്ല. അതിൻ്റെ പിൻപിൽ ഒരു വ്യക്തിയുണ്ട്. അത് ആവശ്യമെങ്കിൽ ഞാൻ കൃത്യമായി പിന്നീടൊരിക്കൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ചില പരാമർശങ്ങൾ. ഒന്ന്, അദ്ദേഹം ചാനലിലൂടെ പറഞ്ഞു, സരോജിനി എന്ന് പറയുന്ന ഒരമ്മ സ്നേഹത്തണലിൽ അന്തേവാസിയായി 5 വർഷങ്ങൾക്ക് മുൻപ് സ്നേഹത്തണലിലെത്തി. 12 ജനമൈത്രി പോലീസ് അമ്മയെ ഞങ്ങൾക്ക് കൊണ്ടുത്തരികയാണ്. ആരോഗ്യമില്ലാത്ത അമ്മയുടെ കൈവശം ആ സമയത്ത് 8 സെൻറ്റ് വസ്തുവുണ്ട്. ആ 8 സെൻറ്റ് വസ്തു എനിക്കോ സ്നേഹത്തണലോ എഴുതി തരാനായിട്ടാണ് അമ്മ വന്നിട്ടുള്ളത്. ഞാനോ സ്നേഹത്തണലോ വളരെ സ്നേഹത്തോടെ അത് നിഷേധിക്കുകയും അമ്മയ്ക്ക് താല്പര്യമുള്ള വീടില്ലാത്ത അർഹരായ ആർക്കെങ്കിലും അത് എഴുതി കൊടുക്കാൻ അമ്മയോട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അമ്മയുടെ സ്വമനസാലെ അമ്മ നിർമ്മല എന്ന് പറയുന്ന വീടില്ലാത്ത ഒരു സഹോദരിക്ക് അത് എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡോക്യുമെൻ്റ് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നു. ഞാനത് എഴുതിയെടുത്തൊന്നും നമ്മുടെ സ്ഥാപനം അതെടുത്തു എന്നാണ് ആരോപണം. അങ്ങനൊരു ആരോപണമില്ല, അങ്ങനൊരു സംഭവമില്ല. ഇത് എൻ്റെ പേരിലല്ല, സ്നേഹത്തണലിൻ്റെ പേരിലുമല്ല. ഇത് രണ്ടും ഞാൻ സ്നേഹത്തോടെ നിഷേധിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള കള്ളങ്ങളാണ് ബാക്കി പറഞ്ഞത് മുഴുവൻ. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യത്തിന് നിരക്കാത്ത കള്ളങ്ങളാണ് ആതിരാമാടം പറഞ്ഞിരിക്കുന്നത്.
അതിന് നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ട് പോകും. അത് അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. ഇതുവരെ ഞങ്ങളെ സഹായിച്ച കൂടെ നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പ്രിയരെ, ഒരു കാര്യം കൂടെ, ലഹരിക്കടിമയായ തകർന്നു പോകുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ കൂട്ടുക നിരവധി വർഷങ്ങളായി എൻ്റെ പതിവാണ്. അത് നിങ്ങൾക്ക് പൊതുസമൂഹത്തിനറിയാം. അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ഈ കസിയ എന്ന് പറയുന്ന അമ്മ വളരെ സങ്കടത്തോടുകൂടെ ഈ മകനെക്കുറിച്ച് എന്നോട് പറയുകയാണ്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ കൂടെ നിർത്തുന്നത്. ആ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന കാര്യം എനിക്ക് നാളിതുവരെ എൻ്റെ ബോധ്യത്തിലില്ല. ആ കുഞ്ഞ് കുറച്ച് അഗ്രസീവാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ആ കുഞ്ഞിനെക്കുറിച്ച്, അമ്മ കെസയെക്കുറിച്ചൊക്കെ ഒരു വാർത്താ സമ്മേളനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അത് നിയമത്തിൻ്റെ മുമ്പിലിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏറെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ട സ്നേഹിതർ, ഒരു കാരണവശാലും അവിടെ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്ന, അവിടെ ആതിരാമാടം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പാല് വാങ്ങുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഞങ്ങൾ ഒരു മാസം അവിടെ പാലിന് വേണ്ടി ചിലവാക്കുന്നത് എത്രയാണ്, ബീഫിന് വേണ്ടി ചിലവാക്കുന്നത് എത്രയാണ്, ചിക്കന് വേണ്ടി ചിലവാക്കുന്നത് എത്രയാണ്. ഞാനോ എൻ്റെ ഫാമിലിയോ ചർച്ചിൽപ്പെട്ട ആരോ ഒരാൾ പോലും അവിടെ പോയി കഴിക്കാറില്ല. ഞങ്ങളവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അന്തേവാസികളെ അവിടെയുള്ള മാതാപിതാക്കളെ ഞങ്ങൾ കാണാറുണ്ട്. അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന ഏറ്റവും സഹായങ്ങൾ, ഇതിൻ്റെ പേരിൽ, സ്നേഹത്തിൻ്റെ പേരിൽ നാളിന്ന് വരെ ഒരു പിരിവ് നടത്തുകയോ ഒരു വിദേശ ഫണ്ട് സ്വീകരിക്കുകയോ മറ്റൊരു കാര്യങ്ങളും ഇന്നുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ശുശ്രൂഷയിൽ കിട്ടുന്നതും എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഇന്ന് വരെ ഞങ്ങൾ ഈ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്നേഹിതർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് നാളത്തെ ആരാധനയിൽ കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മലിട്ട മോൻ ആദ്യമായിട്ട് വന്നാണോ? കൂടെ ആരാ ഉള്ളേ? ഇവൻ്റെ അനിയനാരാ? ബടാ, ഇവൻ്റെ അമ്മയാരാ? ഈ കമ്മലിട്ട മോൻ്റെ അമ്മ. ബാബാ, അമ്മ ഓടി വാ. ഭയോ കമ്മല എന്നെ നോക്കി നിൽക്കും മോനെ. എടി മോളെ, ഒരു വലിയ പ്രശ്നത്തിലാണ് നീ വന്ന് നിൽക്കുന്നേ. സത്യല്ലേ? എന്നോട് തമ്പുരാൻ പറയുവാ, നിന്റെ കുഞ്ഞുങ്ങളെ, നിനക്ക് ഞാൻ പറയുന്ന മലയാളം മനസ്സിലാവത്തില്ല. എന്നോട് കർത്താവ് പറയുവാ, നിന്റെ മകൻ ഇന്ന് മാറും. ഈ പ്രാർത്ഥനയിൽ തമ്പുരാൻ അതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളേ. നീ താമസിക്കുന്ന വീടിനകത്ത് ഒരു മരണപ്പന്തൽ വന്ന് കയറിയതാ. ആ വീട്ടിലാ നീ താമസിക്കുന്നേ. ദൈവം പലതിനെ ആയുസോടെ വെച്ചേക്കുവാ. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് ഒരസാധാരണമായ അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ഈ രാവിലെ ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവിന് ഒന്ന് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. മോനെ, സൈലന്റ് ആയിട്ട് 4 വരി പാട്ട് പാടിയേ. ഇത്ര നല്ലിടയൻ, ഉത്തമം സ്നേഹിതൻ, നിത്യരാജാവൻ, കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യരാജാവൻ, കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ
വീടെവിടാ? കുമളിന്ന് വന്ന കൊച്ചെ, നിന്റെ പേര് പറ. ജോയൽ. കമ്മല് വേണ്ട, ഒരു തരണം. ബിജു പറ, ഒന്ന് ഊരാ സഹായിച്ചേ അവനെ. നീ ആദ്യമായിട്ടാണോ താടി കെട്ടിയിരിക്കുവോ? താടി വിഷമിക്കണ്ട മോനെ. മാലയും വേണ്ട, ഗുരുത്ത. നീ അവിടെ നോക്കണ്ട, ഇത് തിരിച്ചു തരത്തില്ല. പൊട്ടിച്ചോ. ബിജുബറിനെ കൊടുത്ത ദണ്ട. ഇന്ന് തൊട്ട് വീട്ടിൽ അടി നിൽക്കും, ബഹളമൊക്കെ നിൽക്കും. ഇവനെ ദൈവം ഏറ്റെടുക്കും. ഇവൻ ദൈവത്തിൻ്റെ ആളായിട്ട് മാറും. ഇവൻ ഒരു അത്ഭുതമായിട്ട് മാറുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഉണ്ടായി വരാൻ പോവാ. കൊച്ചേ, എത്ര നാളായി അടി ഉണ്ടാക്കിയിട്ട്? എത്ര വർഷമായി? അടി ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വന്നില്ലേ ഹോസ്റ്റലിൽ നിന്ന്? ആ കാര്യമാണ് ചോദിക്കുന്നത്. എത്ര വർഷമായി? പിന്നെ പഠിക്കാൻ പോയില്ല. 9ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി അല്ലയോ? ഇനിയും പഠിക്കണോ? അച്ഛനില്ല. അച്ഛൻ പോയിട്ട് എത്ര കാലമായി? 12 വർഷമായി. ഇവരെ കഷ്ടപ്പെട്ട് വളർത്തുക. 10ാം ക്ലാസ് വരെ പഠിക്കണ്ടേ? വേണോ? ഇവനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോക്കോ കേട്ടോ. ഇവിടെ നിർത്തിയേരെ, ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളും. നമുക്ക് പഠിപ്പിച്ചാലോ? ഇവിടെ നിൽക്കുന്നു, അവൻ റെഡിയാ. അവനെ നമ്മൾ പഠിപ്പിച്ച് എടാ ശരിക്കും നീ ജുവനൽ ഹോമിൽ നിന്നെ അവർ അറസ്റ്റ് ചെയ്തേനെ. അതിനുള്ള പരിപാടിയെല്ലാം അവരൊരുക്കിയതാ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കരുതലാ നീ ആ ഹോമിൽ പോകാതെ ഇവിടെ വന്നത്. തമ്പുരാൻ നിന്നെ സ്നേഹിക്കുക. നിന്റെ ഒരു കുഴപ്പം, നിനക്ക് ഭയങ്കര വൈരാഗ്യ. ദേഷ്യം വന്നാൽ ഒറ്റയടിക്ക് ദേഷ്യം വരും ഇല്ലയോ? സത്യം. ഇന്ന് മാറ്റിയാലോ? ഈ തള്ളയൊക്കെ നീ മുൾമുനെ നിർത്തിയിട്ടുണ്ട് ഇല്ലയോ? ഉണ്ട്. മാതാപിതാക്കളോടൊന്നും പറയരുതെന്ന ഇന്ന് അവസാനിപ്പിക്കത്തില്ലേ? പ്രിയരെ, എന്തൊരു സന്തോഷമായി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മാറുന്ന ഒരു സന്തോഷ. എടാ, യേശുവിന് വേണ്ടി ജീവിക്കണം. ഇനിയുള്ള ആയുസ് മുഴുവൻ ഒരു ലഹരിയും നമ്മൾ ഉപയോഗിക്കത്തില്ല. അന്ന് ഇഷ്ടംപോലെ തല്ല് കിട്ടിയില്ലയോ? തല്ല് കിട്ടുകയും ചെയ്തു, തല്ല് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണോ? രാത്രി ഓടിപ്പോന്ന അവിടുന്ന്. എന്നിട്ട് എന്നാ ഇറങ്ങി വന്നേ അവിടുന്ന്? പിന്നെ പോയില്ല. പോമോ തിരിച്ച്? എക്സാം എഴുതിക്കണോ? പരീക്ഷ എഴുതണം. 9ാം ക്ലാസ് പഠിക്കണം, 10ാം ക്ലാസ് പഠിക്കണം, +1 പഠിക്കണം, +2 പഠിക്കണം. പഠിക്കുമല്ലോ. ഇന്ന് ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് വേർതിരിച്ച് വിടും. എക്സാം പോയി എഴുതിയിട്ട് വരണം. ഉള്ള ആയുസ് ദൈവത്തിന് വേണ്ടി നിൽക്കണം. അച്ഛനെ പോലെ ആവരുത്. അച്ഛൻ്റെ രീതി ജീവിക്കല്ല. വീട്ടിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. ആ കുമളിയിലെ വീട്ടിൽ ഒരു പ്രശ്നം കിടക്കുക. അത് 4ാം വേദത്തോട് ബന്ധപ്പെട്ട് കെട്ടി എഴുതി വെച്ചേക്കുന്ന ഒരാധിപത്യം ആ വീട്ടിലുണ്ട്. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം അത് പൊട്ടിച്ചു കളയാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ ഇന്ന് രാവിലെ യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാവിലെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ആധരമൊന്ന് തുറന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു. കൊച്ചേ, ഇന്ന് നമ്മൾ തീരുമാനം എടുത്തുകൊണ്ട് പോന്നു. ലഹരി ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കൂ? ഇല്ല. ഇല്ല. യേശുവിന് വേണ്ടി ജീവിക്കും. അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കത്തില്ല, അടി ഉണ്ടാക്കത്തില്ല. ഇന്ന് നിർത്തും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, ഇവരുടെ അമ്മയുടെ ഒരു കാര്യം പറയാം.
ആരാധന 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 യേശുവിനാരാധന ആരാധന 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 രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. പ്രിയരെ, എനിക്ക് ഈ കുടുംബത്തിന്റെ സ്ഥിതി കണ്ടിട്ട് ഭയങ്കര സങ്കട. ഇവർ രക്ഷപ്പെടണമെന്ന് ദൈവം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക. ഈ സഹോദരി, നിങ്ങളുടെ പേരെന്തുവാ? നമ്മുടെ പേരെന്തുവാ? നമ്മള് കൂലിപ്പണിയൊക്കെ എടുത്ത് ഈ പിള്ളേരെ വളർത്തുക. സ്വന്തമായിട്ടൊന്നുമില്ല. ഉണ്ടോ? വീടുണ്ടോ? ഇല്ല. സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. പക്ഷെ ഞാൻ നിന്നോട് പ്രവചനം പറയുക, നിനക്ക് സ്വന്തമായിട്ടെല്ലാം ദൈവം തരും. നിന്റെ മക്കൾ രണ്ടുപേരും ദൈവത്തിന്റെ വേലക്കാരായിട്ട് മാറും. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം ആദരിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും ഈ രാവിലത്തെ പ്രാർത്ഥനയിൽ തമ്പുരാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രിയരെ, ഇവരുടെ 12 വർഷമായിട്ട് ഭർത്താവ് ഇട്ടിട്ട് പോയി. പെടാപ്പാട് പെട്ട ഈ 12 വർഷമായിട്ട് ഭർത്താവ് ഇട്ടപ്പോൾ ഇവന് 4 വയസ്സ്. നിങ്ങൾ കേട്ടോ, ഈ പരുവം വരെ ഈ മോനെ ആക്കി 9ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി. അവൻ ആരെ അനുസരിക്കാത്തവനാ. ഈ നിൽക്കുന്ന പാവമല്ല, ഇവൻ ആരെ അനുസരിക്കുകയല്ല. ആ ഒരവസ്ഥയാ ഇവന്. എൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇവനെ, സത്യമല്ലേ, ഞാൻ കണ്ടപ്പം. പക്ഷെ ഒരു ദൂത് ഞാൻ പറയുക, ഇവൻ ദൈവത്തിന്റെ പുസ്തകം എടുക്കും, യേശുവിന്റെ നാമത്തെ ഉയർത്തും, ദൈവത്തിന്റെ ആളായിട്ട് മാറും. അതിന്റെ പദ്ധതികൾ ഇന്ന് രാവിലെ ദൈവം അടിസ്ഥാനപ്പെട്ട് ഒരുക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളെ കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച ദൈവത്തിന് ഒന്ന്